ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഫെബ്രുവരി 28. ഇന്ന് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനവുമായി എഴുന്നേറ്റ് നിന്നപ്പോൾ സൂരജിനെ കണ്ടു. സൂരജിനെ ഒരു സ്ഥലത്തു നിന്നും ആളുകൾ ഓടിച്ചു വിട്ടതാണ്. താൻ പ്രവർത്തിച്ചിരുന്ന മുങ്കേർ ജില്ല, അവിടെ പല കഷ്ടതകളിലൂടെ താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവസാനം ഒരു വലിയ കൂട്ടം ആളുകൾ വന്ന് തന്നെയും തന്നോട് കൂടെയുള്ളവരെയും ബലമായി പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ വിശ്വാസികളെ ഉപദ്രവിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ധാരാളം അദ്ദേഹത്തെ മോശമായ വാക്കുകൾ പറഞ്ഞ് മാനസികമായി വളരെ തന്നെ ഉപദ്രവിച്ചു. അവസാനം പല മണിക്കൂറുകൾക്ക് ശേഷം, പല ഫോൺ വിളികളൊക്കെ ചെന്നതിന് ശേഷം താൻ എഴുതി വെപ്പിച്ചു, ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ കടക്കില്ല എന്ന്. അത് എഴുതേണ്ടി വന്നു. അങ്ങനെ താൻ വൈകുന്നേരം ഓടുവന്ന് പുറത്തു വന്നു. അടുത്ത ദിവസം തന്നെ ആ സ്ഥലം വിട്ടു പോരേണ്ടി വന്നു. താൻ വലിയ വിഷമത്തിലായിരുന്നു. ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് താൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോസ്തലന്മാർ ചില സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരു സ്ഥലത്ത് നിന്നും നിങ്ങളെ ഓടിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുക. ഇന്ന് അദ്ദേഹം ഈ സ്ഥലം ഞങ്ങളുടെ ഓഫീസും മറ്റുമുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം വന്നു. നാളെ മുതൽ തുടങ്ങുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ, ഈ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുവാൻ. ഒരു വിഷയവുമായി അത് സംസാരിക്കണമെന്ന ആഗ്രഹത്തിൽ പുൽപ്പിറ്റിൻ്റെ അടുത്ത് പോയെങ്കിലും അങ്ങോട്ട് പോകുന്ന സമയം അതിന് തൊട്ട് മുൻപ് സൂരജിനെ കണ്ടപ്പോൾ മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം തന്നെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ച ഒരു വിഷയം, അതാണ് സംസാരിച്ചത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ധാരാളം ആളുകളെ സ്നാനപ്പെടുത്തുന്നത് പരീശന്മാർ അറിഞ്ഞപ്പോൾ യേശു ആ സ്ഥലം വിട്ട്, യഹൂദ്യ ദേശം വിട്ട് ഗലീലയിലേക്ക് പോയി. വീണ്ടും 5-ാം അധ്യായത്തിൽ യേശു വലിയ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ, ആൾക്കൂട്ടമുണ്ടായപ്പോൾ അവിടെ ഒന്ന് മാറിപ്പോകുന്നത് കാണുന്നു. 7-ാം അധ്യായത്തിൽ യേശു പരീശന്മാരുടെ എതിർപ്പുകൾ നിമിത്തം ഗലീലയിൽ തന്നെ തുടരുന്നു എന്ന് വായിക്കുന്നു. എന്നാൽ സമയമായപ്പോൾ എല്ലാം ദൈവം നന്നായി ചെയ്യുന്നു എന്ന് കാണുന്നു. അതായത് യേശു അവസാനം താൻ വന്ന ഉദ്ദേശം പൂർത്തീകരിച്ചു. തൻ്റെ ജീവനെ നൽകി. താൻ ഭയപ്പെട്ട് ഓടിയതല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായും കീഴ്പ്പെട്ടു. സമയമായപ്പോൾ താൻ തൻ്റെ ജീവനെ തന്നെ നൽകി. എന്നാൽ അതിനുശേഷം 1-ാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ കർത്താവിൻ്റെ സമയത്ത് താനെല്ലാം നന്നായി ചെയ്യുന്നു. ആവശ്യമാണ് അവിടെ സംസാരിച്ചത്. അത് തീർച്ചയായിട്ടും സൂര്യന് വേണ്ടിയും കൂടിയുള്ള ഒരു സന്ദേശമായിരുന്നു. അത് തന്നെ ബലപ്പെടുത്തി. അദ്ദേഹം പലപ്പോഴും പറഞ്ഞു, ജില്ലാ കളക്ടറെ കാണണം, പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകുന്നേരം ഒരു സന്ദേശം പോലീസ് സ്റ്റേഷനിൽ നിന്നും സൂരജിനെ വിളിക്കുകയാണ്. നിങ്ങളെ ആരാണ് ഉപദ്രവിച്ചത്? അവരുടെ വിവരങ്ങൾ പറയാമോ? നിങ്ങളുടെ പക്കൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ, പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ദയവായി അതുമായി ഇവിടെ വരിക. വിളിച്ച പോലീസുകാർ ആരാണോ ഉപദ്രവിച്ചത് അവർക്കെതിരെ നടപടിയെടുക്കുവാൻ ഒരുങ്ങുന്നു. ആരാണ് അവരോട് ഇതൊക്കെ പറഞ്ഞത്?
കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ കാണുകയുണ്ടായി. ഒരാൾ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിനുശേഷം ഇവിടെ മണിപ്പൂരിലെ മുഖ്യമന്ത്രി മാറുന്നു, മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയായിരുന്നാലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല രീതി, പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ഏറ്റവും നല്ല രീതി. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റേതായ സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മൾ കാണുകയാണ്. അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സുവിശേഷവേല അത് വളരട്ടെ, പടരട്ടെ, നമുക്ക് അതിൻ്റെ ഭാഗമാകാം. God bless you.